ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണ ഞാനിപ്പോൾ എവിടെയുള്ള അറിയാം, സുബ്രഹ്മണ്യ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. സുബ്രഹ്മണ്യ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കർണാടകയാണ് സുബ്രഹ്മണ്യ എന്നുള്ള സ്ഥലം. ഇവിടെ ഞാൻ എത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് മാവേലി എക്സ്പ്രസ്സിന് നേരെ കാസർഗോഡ് എത്തി. കാസർഗോഡ് നിന്ന് ബസ് കയറി സുള്ളി എത്തി. സുള്ളിയെന്ന് ബസ് കയറി പിന്നെ സുബ്രഹ്മണ്യപുരത്തെത്തിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പുതിയ യാത്ര പുറപ്പെടുന്നത്. എവിടത്തേക്കാണെന്ന് വെച്ചാൽ കുമാരപർവ്വതം എന്ന് പറയുന്ന ഒരു ട്രക്കിങ്ങിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കാസർഗോഡ് ഈ ഭാഗത്തൊക്കെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്ന് ഒരു കുമാരപർവ്വതം എന്ന് പറയുന്ന ട്രക്കിങ് ചെയ്യാൻ പോകുന്നത്. ഈ കുമാരപർവ്വതം എന്ന് പറയുന്ന ട്രക്കിംഗ് എന്ന് പറയുന്നത് ഇത് ഏകദേശം 2435 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഏകദേശം നടന്നു പോകാനുണ്ട്. അപ്പോൾ 13 കിലോമീറ്റർ കയറാനുണ്ട്. അങ്ങനെ തന്നെ 7 കിലോമീറ്റർ നമുക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഒരുപാട് ടാസ്ക് പിടിച്ച സംഭവമാണ് ഇത്. ശരിക്കും നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ട്രക്കിങ് പൂർത്തിയാക്കുന്നത്. ഫ്രണ്ട്സ്, പോകുന്ന വഴിക്ക് സുബ്രഹ്മണ്യയിൽ നിന്ന് നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാം. ഫ്രണ്ട്സ്, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ടോപ്പ് ഉണ്ടോ, അതിൻ്റെ ടോപ്പിലാണ് എത്തേണ്ടത്. അതാണ് കുമാരപർവ്വതത്തിൻ്റെ ടോപ്പ്. അവിടെയാണ് നമുക്ക് നാളെ എത്തേണ്ടത്. ഇതിലൂടെ ഇങ്ങനെ കയറി അങ്ങനെ ടോപ്പിലെത്തണം. ഫ്രണ്ട്സ്, ബിസ്ലി വ്യൂ പോയിൻ്റ് കണ്ട് നമ്മളിപ്പോൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറുക കേട്ടോ. നമ്മൾ ഇന്നത്തെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്തല്ലോ. ഹായ്, എൻ്റെ പേര് സന്ദീപ്. ഞാനും അശ്വന്ത്, പിന്നെ നമ്മൾ 3 പേരാണ് ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നത്. സഞ്ചാരി കാസർഗോഡിൻ്റെ ഈ വർഷത്തെ കുമാരപർവ്വത യാത്രയാണ്. നല്ല അടിപൊളിയായ ഒരു 14 പേരാണ് കൂടെയുള്ളത്. ഓക്കെ. ഹലോ, എൻ്റെ പേര് ഷിൻഡോ. സ്ഥലം ചിറ്റാരിക്കൽ, കാസർഗോഡ്. ഞാനെന്തോ കൊല്ലം സ്വദേശി. ജിജിത് പി കെ, നീലേശ്വര സ്വദേശിയാണ്. കാസർഗോഡ്. ഡിക്കിയൊന്നും അടഞ്ഞിട്ടില്ല കേട്ടോ, പറയണേ. ഡിക്കിയുടെ സൗണ്ട് ഉണ്ട്. ഞാൻ പാലക്കാട്ടിൽ സ്വാമി. തുറന്നിട്ടുണ്ടായിരുന്നു, അത് അടഞ്ഞിട്ടില്ല. ക്ലിയർ. റിച്ച് പോയിന്റ് എന്ന് പറയും. അപ്പോൾ 2 സൈഡ് എഴുതിയിട്ടുണ്ടോ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ. വെസ്റ്റേൺ ഘാട്ടിലെ ഈ ഭാഗത്ത്, ഈ റിഡ്ജിന്റെ ഈ ഭാഗത്ത് പിന്നെ മുഴുവൻ മഴയും വെള്ളം പോയി അറബിക്കടലിൽ ചേരും. ഇതിന്റെ ഈ സൈഡ് പോയത് മൊത്തമില്ല. റിഡ്ജ് പറഞ്ഞത് മൊത്തമാണ്. ഇതൊരു ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ്. ഈ ഒരു മൊത്തം ഇതിന്റെ ഈ ഇപ്പുറത്ത് കൂടി വീഴുന്ന മഴവെള്ളം മൊത്തം ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരും. ഇത് ഇവിടെ മാത്രമല്ല, ഇത് കർണാടകത്തിലെ വേറെ സ്ഥലത്തുണ്ട്, തമിഴ്നാട്ടിലെ എല്ലായിടത്തും. പക്ഷേ ഇത് ഒരു പോയിന്റാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ പോയിന്റാണ്. ഭയങ്കരമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ഇതൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഒരു കല്ലൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത്. ആരിൽ പോയിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോ? പൈസ കൊടുത്തിട്ടു. അടിപൊളി കോട കേട്ടോ, ഒന്നും പറയാനില്ല, പൊളിച്ച്.
ഈ വ്യൂ പോയിന്റ് പേരെന്നാ? ഇതാണ് പട്ലവട്ട. പട്ലവട്ട. കർണാടകയിലെ ഏറ്റവും മികച്ച ഒരു ഓഫ് റോഡിങ് സ്പോട്ടാണ്. ഇപ്പോൾ കുറച്ച് വഴിയാക്കി ഇവിടെ നോക്കിയാൽ നമുക്ക് കുമാരപർവ്വതം, മല്ലലി വാട്ടർഫാൾസും, നമ്മൾ കണ്ട വിസ്ലയാട്ട് വ്യൂ പോയിന്റും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ സൂപ്പർ. ഫ്രണ്ട്സ്, വണ്ടി അവിടെ നിർത്തി ഞങ്ങളിപ്പോൾ ക്യാമ്പ് സൈറ്റ് ഇവിടെ എടുത്താണേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ 5:12 കൂടെ 2 നായ്ക്കളുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല വൈബ് സ്ഥലം. നല്ല കോട നിറഞ്ഞ് തിക്ക് ഫോറസ്റ്റ്. ഫ്രണ്ട്സ്, ഏകദേശം നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ എത്താനായിട്ടോ. ഫൈനലി നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ആ കാണുന്നില്ലേ മല, അതിൻ്റെ മുകളിലെത്താം നമുക്ക്, ടോപ്പിൽ. ആണുങ്ങൾ പുറത്ത്. ഇത് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിക്കാം കേട്ടോ. ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അതിനുള്ള പൈസ നമ്മളിവിടെ പേ ചെയ്യണം. അത് അവിടെ നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ എത്തുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. പ്ലാസ്റ്റിക് ഒന്നും ഉള്ളിലേക്ക് കയറ്റുന്നില്ല. എൻ്റെ ഫോറസ്റ്റ് ഓഫീസ്. സമയം ഇപ്പോൾ ഒരു 6 മണിയായി. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ കുമാരപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഇലക്ട്രിൽ കളിക്കിയിട്ടുണ്ടോ വെള്ളത്തിൽ? ആ, കളിക്കില്ല. എല്ലാവരും കളിക്കില്ലേ? നിർബന്ധമായിട്ട് കളിക്കണം. ഇലക്ട്രിലാ ആ കവർ കളഞ്ഞൂടാ, പൊട്ടിച്ചിട്ട് ചാടാൻ പാടില്ല. ഇനി ഒന്നും കളയരുത്. ഇല്ല ഇല്ല, കുമാരപർവ്വതം നല്ല നല്ല പോകും. കാരണം റൂട്ടിന്റെ പ്രശ്നമുണ്ട്. അങ്ങോട്ട് എങ്ങനെയാണ് വെട്ടിയും പോക്കി കുമാരപർവ്വതം വരെ നല്ല പോകും. അപ്പോ പോവാ. ശക്തിയുടെ അംശമാണ് ഞാനെന്ന ആത്മബോധത്താൽ ഇവിടുള്ള സർവ ചരാചരങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുമെന്നും പ്രകൃതിക്ക് ദോഷം വരുന്ന ചിന്തയോ പ്രവൃത്തിയോ എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. ഇത് നമ്മളെ ഗൈഡാണ്. ഗൈഡിൻ്റെ പേര് അശ്വത് രാജ്. പുള്ളിക്കാരൻ കാസർഗോഡല്ലേ? കാസർഗോഡുകാരനാണ്. ഗൈഡാണ്. നമ്മളെ ഈ കുമാരപർവ്വതം ട്രക്കിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ കലക്കി കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ഡീറ്റെയിൽസും പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തരും. ഇത് എത്ര മീറ്റർ ഉണ്ട്? 1710 മീറ്റർ അല്ലേ? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഈ പോയിന്റിന്റെ പേരെന്തായാലും ഇത് ബീഡഹള്ളി. 2 പോയിന്റ് ഉണ്ട്. ഒന്ന് സുബ്രഹ്മണ്യം കയറാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ സോമാർപേട്ട വന്നിട്ട് പുഷ്പഗിരി ഫോറസ്റ്റ് ഓഫീസിന്റെ പേര് ബീഡഹള്ളി എന്ന് പറയും. ഇവിടത്തേക്ക് ഇവിടുന്ന് കയറി പോവാം. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് മറ്റേ വഴിയാണ്. സുബ്രഹ്മണ്യം കയറിയിട്ട് സുബ്രഹ്മണ്യത്തിലേക്ക് റിട്ടേൺ ഇറങ്ങുന്നത് നല്ലതാണ്.
തിരിച്ചേ പോകും. സുബ്രഹ്മണ്യം വരുന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് നിന്ന് നേരെ സുബ്രഹ്മണ്യം പറഞ്ഞൊരു അമ്പലമുണ്ട്. കർണാടകയിൽ നല്ല അറിയപ്പെടുന്ന ഒരു അമ്പലം കൂടിയാണ് സുബ്രഹ്മണ്യ അമ്പലം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ മതി. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് എൻട്രി ഓഫീസ് കിട്ടും. ആ എൻട്രി ഓഫീസ് കിട്ടിയിട്ട് അവിടുന്ന് ഒരു 6 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ഗിരിഗദ്ദ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസ് കിട്ടും. ഗിരിഗദ്ദയിൽ പിന്നെ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 350 റുപ്യാണ് ഒരാൾക്ക്. പിന്നെ നിങ്ങളവിടെ ടെൻറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ പെർ ഹെഡ് ടെൻറ്റ് അടിക്കേണ്ട, അവിടെ തന്നെ ടെൻറ്റ് ഉണ്ട്. 200 റുപ്യ ടെൻറ്റിന്, 75 റുപ്യ ഗ്രൗണ്ട് ഫീസ്. അങ്ങനെ ടോട്ടൽ എത്രയായി? 725 റുപ്യ വരും ഒരാൾക്ക്. പിന്നെ അവിടെ ഒരു ബട്ടർ മന എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. ആ ബട്ടർ മന പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് കിട്ടും. പെർ ഹെഡ് ഒരു നേരത്തേക്ക് 150 റുപ്യാണ് ഫുഡിന്. ഉച്ചയ്ക്കും രാവിലെയും രാത്രി എല്ലാത്തിനും 150ആണ്. അതാണ് സുബ്രഹ്മണ്യം എന്ന് കയറുമ്പോഴുള്ള ഒരു ഗുണം. അതിൽ കയറിയിട്ട് വീണ്ടും പുഷ്പഗിരി പീക്കിലേക്ക് എത്തിയിട്ട് രണ്ടാമത് തിരിച്ചിറങ്ങാം. ഇതാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് സോമാർപേട്ടയിൽ നിന്ന് കയറിയിട്ട് സുബ്രഹ്മണ്യത്തിലേക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ താഴെ കൂടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. അവിടെ സൂം ചെയ്താലേ കാണാൻ പറ്റും. ഓൾറെഡി വെള്ളം കെട്ടിക്കിടക്കുന്നതായിരുന്നു. വെള്ളം ഒഴിക്കാൻ വേണ്ടി അത്ര ഫ്രണ്ട്സ്, പോകുന്ന വഴിക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണ് കിട്ടോ. ആരെ സന്ധ്യൻ്റെ അല്ലേ? റാണിപുരം നാട്ടിൽ തന്നെ. എല്ലാ സ്റ്റാഫും സിൻഡിക്കേറ്റ് യോഗം കൂടിയിട്ട് അവരാ
ഫ്രണ്ട്സ് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുക കേട്ടോ. ആ എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇവിടെ വെച്ച് കഴിക്കാം. ഇതിവിടെ ഉള്ളൊരു ചെറിയൊരു വ്യൂ പോയിന്റാണ്. സന്ദീപ്, ഈ വ്യൂ പോയിന്റ് പേരെന്താ? നമുക്ക് ഒരു പേര കിട്ടാം നമ്മൾ. കുരുമുളക് ഈ കാട്ടില് ഇതിന് പേരെന്ന് അറിയാം, കാട്ടുകുരുമുളക് എന്നാട്ടോ സന്ദീപ് പറഞ്ഞത്. സ്മെല്ല് ചെയ്തോട്ടെ. ഇത് കുരുമുളകിൻ്റെ ആ സ്മെല്ലുണ്ട് കേട്ടോ. ഇതിന് സംഭവം കുരുമുളക് തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബ്രോ ചാർജ് ചെയ്ത് വെച്ചാണ് അന്ന് ചാർജ് ഇല്ലാതെ ഷംന, എങ്ങനെയുണ്ട് ട്രക്കിംഗ് അനുഭവം ഇതുവരെയുള്ള? ബ്രോ പറയാം. ഇയാളെ കണ്ടു കിട്ടി. ഫ്രണ്ട്സ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു കാരണം വെച്ചാൽ അശ്വന്തിന്റെ പിറകിലാണ് കുറെ ടീമുണ്ട്. ആൾക്കാരിൽ ഏകദേശം ഓർമ്മയുണ്ടല്ലോ, നേരത്തെ പോലെ തിരിഞ്ഞു നോക്കൂല. അശ്വന്തിന്റെ പിറകിൽ ഒരു കാരണവശാലാവുന്നത്. ഫ്രണ്ട്സ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിവിടെ പാർസലായി കൊണ്ടുവന്നാണ്. ഇവിടുന്ന് കഴിച്ച് ഇനിയിപ്പം തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഹലോ, ഗാനമേള ആരംഭിക്കുകയും ഫ്രണ്ട്സ്, ഇതുണ്ട് ഞങ്ങൾ അട്ടയുണ്ട് കേട്ടോ ഇവിടെ. അത് അമ്മാതിരി വലുപ്പമാണെന്ന് അറിയാം. ഇതിപ്പം ചുരുണ്ട് അളന്ന് ഇങ്ങനെ മേലോട്ട് വരിക. സൈഡില് ഇത് നമ്മുടെ 2 നീലക്കുറിഞ്ഞി തന്നെയാണ്. മുള്ളിയാനഗിരിയാ എല്ലായിടക്കും പൂക്കും. ഇവിടെ പൂത്തിരം വന്നിരുന്നു, മാന്തൽപ്പട്ടി പൂത്തിരാൻ പോയിരുന്നു, തന്നേനോള് പൂത്തിരാൻ. തന്നേനോള് എങ്ങനെ ഉണ്ടായിട്ടില്ലേ ആ മഴയാത്രക്ക്? അന്ന് ആ ഒരു നീല പൂവുണ്ട്. തടിയന്റെ കൂടെ മഴയാത്രക്ക് ഉണ്ടായിരുന്നു 3 വർഷം മുമ്പ്. ആ വണ്ടി ബൈക്കായതും ടയർ അപ്പൊ അതിനുള്ള നീല പൂത്തുണ്ട് മൊത്തം. അതന്നെ നീലക്കുറിഞ്ഞി. ക്ഷേത്രമില്ലേ, അതില് അപ്പൊ ഇവിടെ നീലക്കുറിഞ്ഞി ഇപ്പൊ ഉള്ളത് മടിക്കേരിയിലാണ്. അത് മടിക്കേരി. നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയ ഗിരിവിട ചെക്ക് പോസ്റ്റില്ലേ, അതുവരെ അത് മടിക്കേരി ഡിവിഷനാണ്. അപ്പുറത്താണ് സുബ്രഹ്മണ്യ വൈൽഡ് സെഞ്ചുറി വേറെ സെക്ഷൻ വരുന്നത്. ആ താഴത്തേല് മറ്റേ മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു മാർക്കിംഗ് ഉണ്ട്. ഇവരുടെ പോർഷൻ മാത്രം ആ മാപ്പിലുണ്ട്, ബാക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സുബ്രഹ്മണ്യ വേറെ ഡിവിഷന്. നമുക്കിപ്പോ ഏത് വയ്യ വണ്ടി? 2 വഴിയില്ലേ? ഇങ്ങോട്ടല്ലേ?
ഫ്രണ്ട്സ് ഇവിടുന്ന് കണ്ട അല്പം റിസ്ക് കേട്ടോ, കയറാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, സ്ലിപ്പാവും അല്ലേ. ഏത് സൈഡിൽ കൂടെ കയറണോ, വെള്ളമില്ലാത്തല്ലേ. ആ ഇതാണ് റിസ്ക്, ഇതല്ലേ റിസ്ക് എന്ന് പറഞ്ഞേ. ആ ഇതാണ് സംഭവം. ഇവിടെ ഒരു പൂവുണ്ടോ, ഇത് സിമ്പിൾ അല്ലേ. ഒരുപാട് സൈസിലുണ്ടാവില്ലേ? ആരവർക്ക് എൻട്രി ഏതെല്ലാം മാസമാണെന്ന് പറഞ്ഞു തരുമോ? ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ അല്ലേ? കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒക്ടോബർ 1 തുറക്കും. ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാവും. ഡ്രൈ സീസൺ വരുമ്പോൾ ക്ലോസ് ചെയ്യും. വെറൈറ്റി പുല്ല്. അപ്പോൾ നമ്മളിതാ ഇത് തിക്ക് ഫോറസ്റ്റ് ആട്ടോ ഇവിടെയൊക്കെ. അതുണ്ട് നിങ്ങൾ പക്ഷെ സൂം ചെയ്തില്ല കാണാം. അതിൻ്റെ മുകളിൽ ആളുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് ബ്രോ? ശേഷപർവ്വത. ആ കാണുന്നത് അതിൻ്റെ ടോപ്പ് ഇതില്ലേ, ഇതിൻ്റെ ടോപ്പ്. അതിൻ്റെ മുകളിലൊക്കെ ആളുണ്ട്. സൂം ചെയ്തില്ല കാണും, ഗോപ്രോയിൽ സൂം ചെയ്താൽ കാണില്ല. ഇത് രണ്ട് വഴി കയറി വരാനിറങ്ങില്ലേ കുമാരപർവ്വതം. പക്ഷെ ഇത് മറ്റേ സുബ്രഹ്മണ്യ വഴി കയറി വരുന്ന ആളുകളാട്ടോ. ആ കാണുന്ന നോക്കാം, വരുന്നേ. നമ്മൾ കയറി വന്ന് ആ റൂട്ടിൽ നടന്ന് അത്യാവശ്യം റിസ്ക്കാണ്. അപ്പം അതുവഴി അങ്ങനെ ആരും കയറി വരില്ല. ഇത് സിമ്പിളാണ് ഇതുവഴി. അതാണ് അധികം ആളുകളും ഇതിലെ വരുന്നത്.
വേഗം ഇറങ്ങണ്ടോ? അതിൻ്റെ അപ്പുറം ഉണ്ട്. എൻട്രി ഇല്ല. ഫ്രണ്ട്സ്, ഇതിൻ്റെ ടോപ്പിലെത്തിട്ടോ. ഇതാണ് കുമാരപർവ്വതം. അതിൻ്റെ ടോപ്പ് പീക്ക്. ഇതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അമ്പലമാണ് കാണുന്നത്. ഇത് ഇനി ഇവിടെ നമുക്ക് റിട്ടേൺ ആ കാണുന്ന മലേൻ്റെ മുകളിലേക്ക് പോകണം. കുമാരപർവ്വതം ടോപ്പിലെത്തി ഫുഡ് കഴിക്കട്ടോ ഇവിടുന്ന് ആളുകൾ. നമ്മൾ സ്വാമിട്ടോ കുമാരപർവ്വതം പൊളിച്ചില്ലേ? നല്ല ടെറൈൻ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഹൈക്കിംഗ് ഉണ്ട്. പിന്നെ ഷോള ഫോറസ്റ്റിലായതുകൊണ്ട് നമുക്ക് ക്ഷീണമില്ല. പിന്നെ എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഗസ്ത്യകൂടത്തിൻ്റെയൊക്കെ ട്രയൽ പോലെ തന്നെ കുറച്ച് റോക്കി സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ട്രക്കറെ സംബന്ധിച്ച് നല്ല ഇതായിരുന്നു, ടെറൈൻ ആയിരുന്നു. ഒരു ചെറിയ ഭാഗത്ത് കുറച്ച് റോപ്പിംഗ് ഒക്കെ ഉണ്ടായി. എന്തുകൊണ്ടും സൂപ്പർ. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരോടും തന്നെ വരണം. അതിപ്പോ ഇറങ്ങുന്നവർക്കെല്ലാം കിട്ടത്തില്ലേ ബ്രോ? ഒരു അഭിപ്രായം പറയാം. എങ്ങനെ? അടിപൊളി ബ്രോ. പൊള്ളിയാണ് ബ്രോ, അടിപൊളി സെറ്റ്. ഫുഡല്ല അല്ല സെറ്റാ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ? അടിപൊളി.